മദ്യനിർമ്മാണശാല വിവാദത്തിലെ അഴിമതി ആരോപണത്തിൽ മുഖ്യമന്ത്രി മറുപടി നൽകിയതോടെ പുതിയ നീക്കങ്ങൾക്കൊരുങ്ങുകയാണ് പ്രതിപക്ഷം. പ്രാരംഭാനുമതിയുടെ അടിസ്ഥാനത്തിൽ പദ്ധതി പ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം തുടങ്ങിയാൽ സമരത്തിലേക്ക് പോകാനാണ് ഇപ്പോഴത്തെ ധാരണ. എന്നാൽ നിയമസഭയിൽ അഴിമതി ആരോപണം ഫലപ്രദമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന പരാമർശം പ്രതിപക്ഷത്ത് ശക്തമാണ്. എലപ്പുള്ളിയിൽ വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയത് സംബന്ധിച്ച് പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാ ആക്ഷേപങ്ങൾക്കും വ്യക്തമായ മറുപടിയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയത്. സഭാചട്ടം 285 പ്രകാരം സ്പീക്കർക്ക് എഴുതി നൽകി അഴിമതി ആരോപണം ഉന്നയിച്ച മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആക്ഷേപങ്ങൾക്ക് പക്ഷേ ഫോക്കസ് ഉണ്ടായിരുന്നില്ല. ആരാണ് അഴിമതി നടത്തിയതെന്നോ പണമിടപാടുണ്ടായെന്നോ ചെന്നിത്തല പറഞ്ഞില്ല. അഴിമതി എന്ന വാക്ക് തന്നെ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് കേട്ടത്. ഇത് നൽകിയ ആത്മവിശ്വാസത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഇതിൽ അങ്ങ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ആളാണെന്ന് ഉള്ള ധാരണയിൽ തന്നെ കേരളത്തിൻ്റെ താല്പര്യവും കൂടി അല്പം മനസ്സിൽ വെച്ചുകൊണ്ട് നീങ്ങണമെന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ പ്രതിഷേധിക്കാനോ പതിവിറങ്ങിപ്പോക്കിനോ പ്രതിപക്ഷം തയ്യാറാകാതെ വന്നതോടെ സർക്കാർ വിശദീകരണം അംഗീകരിക്കുന്നെന്ന പ്രതീതിയാണ് സഭയിൽ ഉണ്ടാക്കിയത്. എന്നാൽ മദ്യനിർമ്മാണശാല വിവാദത്തിൽ തുടർ സമരത്തിലേക്ക് പോകാനാണ് കോൺഗ്രസിലെ ധാരണ. സമരസൂചന നൽകിക്കൊണ്ട് ഇപ്പോൾ തന്നെ പദ്ധതി പ്രദേശത്ത് കൊടിനാട്ടിയിട്ടുണ്ട്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് എന്തെങ്കിലും നടപടി സർക്കാർ തുടങ്ങിയാൽ കോൺഗ്രസ് അപ്പോൾ തന്നെ സമരം തുടങ്ങും. ഇതിനൊപ്പം പ്രാദേശികമായി ഉയർന്നുവരുന്ന ജനകീയ സമരങ്ങളെ പിന്തുണയ്ക്കാനുമാണ് പ്രതിപക്ഷത്തെ ധാരണ. മുഖ്യമന്ത്രിയുടെ മറുപടിയെ ഖണ്ഡിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കാനും നീക്കമുണ്ട്. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം.